ദൈവത്തിന് സ്തുതി. തീവ്രവാദം ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്, അല്ലാതെ തീവ്രവാദം മുജാഹിദ് എന്ന ഒരു പുസ്തകത്തെക്കുറിച്ചല്ല. തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി എന്തുകൊണ്ട് ബാബരി മസ്ജിദ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുത്തുകൂടാ? രണ്ടാമത്തത്, ഈശ്വരനെ എന്തുകൊണ്ട് നിങ്ങൾ അറബി ഭാഷയിൽ പറയുന്നു? ഇതല്ലേ മറ്റുള്ളവരെ പ്രകോപിതരാക്കുന്നത്? ഈ പുസ്തകത്തിലടക്കം അറബി ഭാഷയിൽ അള്ളാഹു എന്നാണ് ഈശ്വരനെ പറയുന്നത്. ഇത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പേര് സെയ്തുട്ടി കരേക്കാട് എന്നാണ്, കാടാമ്പുഴ അടുത്ത് കരേക്കാട്. അറബി ഭാഷയിൽ ഈശ്വരനെ അള്ളാഹു എന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നത് എന്നാണ് സുഹൃത്തിൻ്റെ പ്രശ്നം. രണ്ടാമത്തേത്, ആദ്യത്തെ പ്രശ്നം ബാബരി മസ്ജിദ് എന്തുകൊണ്ട് രാമജന്മഭൂമിയായി വിട്ടുകൊടുത്തുകൂടാണ്. രണ്ടാമത്തെ പ്രശ്നം മുതൽ ആരംഭിക്കാം. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രകോപിപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഈശ്വരൻ എന്നതൊരു സംസ്കൃത ശബ്ദമാണ്. ഈശ്വര ശബ്ദത്തിനർത്ഥം ഐശ്വര്യമുള്ളവൻ, ഐശ്വര്യദാതാവ് എന്ന് മാത്രമാണ്. ഈശ്വരൻ ഈശ്വരിയുമുണ്ടാകും, അഥവാ പെണ്ണീശ്വരൻ ഉണ്ടാകും എന്നർത്ഥം. ഈശ്വരന്മാരും ഉണ്ടാകും. ദൈവം എന്നതും സംസ്കൃത ശബ്ദമാണ്. ദിവ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദൈവം ഉണ്ടായത്. ദൈവം എന്ന ധാതുവിന് അർത്ഥം പ്രകാശിക്കുന്നവൻ എന്ന് മാത്രമാണ്. ആരാധിക്കപ്പെടുന്ന ആളുകളെയെല്ലാം ഭാരതത്തിൽ ദൈവം എന്ന് വിളിച്ചു പോന്നിട്ടുണ്ട്. ദൈവത്തിന് ദേവിയുണ്ട്, ദൈവങ്ങളുമുണ്ട്. അള്ളാഹു എന്ന പദം ഉപയോഗിക്കുവാനുള്ള കാരണം പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പടച്ചതമ്പുരാന്റെ സർവനാമമായി പഠിപ്പിച്ചത് അള്ളാഹു എന്ന പദമാണ് എന്നുള്ളതാണ് ഒന്ന്. ആ പദത്തിൻ്റെ സവിശേഷത സ്രഷ്ടാവായ തമ്പുരാനെ കുറിക്കുവാൻ ഇന്ന് ഭാഷകളിൽ ഏറ്റവും ആപ്റ്റായി നിലനിൽക്കുന്ന ഒരേ ഒരു ശബ്ദമാണ് അത് എന്നുള്ളതാണ്. സംശയമൊന്നും വേണ്ട. വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട ശബ്ദങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും, ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏത് ശബ്ദമെടുത്ത് പരിശോധിച്ചാലും, അള്ളാഹു എന്ന അറബി പദത്തിന് തത്തുല്യമായ അത്രക്കും ആപ്റ്റായ കൃത്യമായൊരു പദപ്രയോഗം പടച്ച തമ്പുരാനെ കുറിച്ച് നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വളരെ വിശദീകരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവായ തമ്പുരാനെ കുറിക്കുവാൻ അവൻ അള്ളാഹു എന്ന് തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റ് നാമങ്ങൾ പടച്ച തമ്പുരാനെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ പടച്ച തമ്പുരാനെ മറ്റു നാമ ഗുണവിശേഷണങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്, പറയാവുന്നതാണ്. എന്നാൽ അള്ളാഹു എന്ന പദം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഈശ്വര ശബ്ദത്തെയോ ദേവശബ്ദത്തെയോ പോലുമുള്ള ഒരു കേവല ശബ്ദമല്ല. അറബിയിൽ ബഹുദൈവാരാധകർ പോലും സ്രഷ്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ മാത്രം കുറിക്കാനാണ് അള്ളാഹു എന്ന് പ്രയോഗിച്ചത്. അറബിയിൽ ഇന്ന് നിലനിൽക്കുന്ന അറബി ബൈബിളിൽ യേശു ക്രിസ്തു വിളിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പേര് അള്ളാഹു എന്നാണ്. മോശെ പ്രവാചകൻ പഠിപ്പിച്ച ദൈവത്തിൻ്റെ പേര് അള്ളാഹു എന്നാണ് അറബി ബൈബിളിൽ. അള്ളാഹു എന്നത് തീർച്ചയായും സ്രഷ്ടാവായ തമ്പുരാന് വിളിക്കപ്പെട്ടിട്ടുള്ള നാമങ്ങളിൽ ഏറ്റവും കൃത്യവും സൂക്ഷ്മവുമായ പദമാണ്. പിന്നെ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിം പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് കുഴപ്പമുണ്ടാകേണ്ടത്? അതാണ് പിന്നീട് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാൾ യേശു ക്രിസ്തുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാത്ത കുഴപ്പം, ഒരാൾ ശ്രീരാമ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാത്ത കുഴപ്പം, എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു കുഴപ്പം ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ഉണ്ടാകാൻ കഴിയുമോ?
തീർച്ചയായും സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു കുഴപ്പവും ഒന്നും ഇന്ത്യ രാജ്യത്തില്ല. ഏതായാലും അള്ളാഹ്ന്ന് വിളിച്ചതുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടായിട്ടില്ല. അതിന് മറ്റു കാരണങ്ങളുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ബാബരി